CPM-നെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് രംഗത്തുവന്ന PV അൻവറിനെതിരെ നടപടി ശക്തമാക്കാൻ CPM. മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിലിൽ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി. കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് വ്യക്തമാണ്. ഇതുവരെ അധികാരത്തിന്റെ ബലത്തിലാണ് അൻവർ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നും മാറിയതോടെ വീണ്ടും നടപടികൾ ഉണ്ടാകുകയാണ്. തടയണ പൊളിക്കാൻ 8 മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. 1 മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. അൻവർ CPM-മായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത്. അതേസമയം ഫോൺ ചോർത്തൽ കേസിൽ PV അൻവറിനെ പോലീസ് ചോദ്യം ചെയ്യുമെന്നും വിവരമുണ്ട്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തിയെന്നായിരുന്നു പരാതി. കഴിഞ്ഞ ദിവസം കേസിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അൻവർ ഫോൺ ചോർത്തിയതിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ രേഖകൾ തന്റെ കയ്യിൽ ഇല്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നുമാണ് തോമസ് പീലിയാനിക്കൽ നൽകിയ മൊഴി. അതേസമയം താൻ ഫോൺ ചോർത്തിയതല്ല, തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതാണ് എന്നാണ് അൻവറിന്റെ വിശദീകരണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് PV അൻവറിനെതിരെ പോലീസ് കേസെടുത്തത്. ഫോൺ ചോർത്തിയതായി കാട്ടി ഈ മാസം 5-ന് ലഭിച്ച പരാതിയിലാണ് 23 ദിവസം കാത്തിരുന്നതിന് ശേഷം 28-ന് കേസെടുത്തത്. 27-നായിരുന്നു അൻവറിനെതിരെയുള്ള MV ഗോവിന്ദന്റെ പത്രസമ്മേളനം. പൊതുപ്രവർത്തകനും മുൻ കോൺഗ്രസ് നേതാവുമായ തോമസ് പീലിയാനിക്കലിന്റെ പരാതിയിൽ കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത്. പൊതുസുരക്ഷയെ ബാധിക്കും വിധം സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു. ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യമായി വെളിപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാൻ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനും ശ്രമിച്ചെന്നുമാണ് FIR. ഭാരതീയ ന്യായ സംഹിതയിലെ 192-ാം വകുപ്പനുസരിച്ച് സൈബർ കേസാണ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ പരമാവധി 1 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ഈ മാസം 5-ന് ഇമെയിൽ ആയി ലഭിച്ച പരാതി കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് 28-നാണ് DGP കൈമാറിയത്. അന്നുതന്നെ തോമസിനെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി രാത്രി 8:20-ന് മൊഴിയെടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. FIR-ന്റെ പകർപ്പ് ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട്. അൻവറിനെതിരെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പരാതികൾ വന്നേക്കാമെന്നാണ് സൂചന. ഫോൺ ചോർത്തൽ ആരോപണം ഉയർന്നപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ആവശ്യപ്പെട്ട ഗവർണർക്ക് PV അൻവറും ADGP MR അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. പത്തനംതിട്ട SP സുജിത് ദാസിന്റെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച ഫോൺ സംഭാഷണം അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതാണ് പരാതിക്കിടയാക്കിയത്. അതിനിടെ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുന്നോട്ടു പോകുന്ന PV അൻവർ ഇന്ന് കോഴിക്കോട് പൊതുയോഗത്തിൽ സംസാരിക്കും. മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് 6:30-ക്ക് മാമി തിരോധാന കേസ് വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുക. ADGP-ക്കൊപ്പം CPM-നെതിരെ കൂടി കൂടുതൽ ആഞ്ഞടിക്കാനുള്ള വേദിയാകും ഇന്നത്തേത്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്നാണ് PV അൻവർ നേരത്തെ ആരോപിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.